എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യം. യോഹന്നാൻ 15:1. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. യേശുവാണ് സത്യ മുന്തിരിവള്ളി എന്ന് പ്രഖ്യാപിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-17 അധ്യായങ്ങൾ ഈ സുവിശേഷത്തിലെ പ്രബോധന പ്രാധാന്യമുള്ള വേദഭാഗങ്ങളാണ്. 15-ാം അധ്യായം ആരംഭിക്കുന്ന വചനം മുന്തിരിവള്ളി എന്ന മനോഹരമായ ഉപമാനം കൊണ്ട് ഏത് വായനക്കാരുടെയും ശ്രദ്ധയെ പിടിച്ചു നിർത്തുന്നുണ്ട്. പുനരുത്ഥാനന്തരം യേശു ശിഷ്യന്മാർക്ക് നൽകിയ ദൗത്യ സംബന്ധിയായ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വേദഭാഗം പ്രത്യേകിച്ച് മുന്തിരിവള്ളിയെക്കുറിച്ച് ധ്യാനിക്കുന്നത് കരണീയമായ ഒരു കാര്യം തന്നെയാണ്. ഈ പ്രബോധന പ്രാധാന്യമുള്ള വേദഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശു തൻ്റെ ശിഷ്യന്മാരെ ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളാകാൻ പ്രചോദിപ്പിക്കുന്നുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലും ഒക്കെ നമ്മളത് കാണുന്നു. ഈ വേദഭാഗത്ത് ഒന്നാമതായി കാണുന്നു, ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുന്നതിനും സൂചിപ്പിക്കുന്നതിനും ഉപയോഗിച്ചിരിക്കുന്ന ശക്തമായ പ്രതീകമാണ് മുന്തിരിവള്ളി എന്നത്. പഴയ നിയമത്തിൽ ഇതിന് ഉപോദ്ബലകമായി നിരവധി വേദഭാഗങ്ങളുണ്ട്. 80-ാം സങ്കീർത്തനത്തിലും യെശയ്യാ പുസ്തകം 5-ാം അധ്യായത്തിലും യിരെമ്യാവ് 2-ലും ഒക്കെ നമ്മളത് കാണുന്നു. എന്നാൽ വിളിക്കപ്പെട്ട ദൗത്യത്തിൻ്റെ നിർവഹണ കാര്യത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു പോയി. ദൈവരക്ഷയെ ലോകാതിർത്തിയോളം ജനതകളുടെ മധ്യത്തിൽ പ്രകാശിപ്പിക്കുന്ന വെളിച്ചത്തിൻ്റെ തുരുത്താകാനാണ് ഇസ്രായേലിൻ്റെ ദൈവം തിരഞ്ഞെടുത്തത്. സ്വന്തം ജനമായി ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് ജനതകൾക്ക് പ്രകാശമാകുക എന്ന വലിയ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ്. ദൈവിക ദൂത് പങ്കുവെക്കുന്ന ഒരു പ്രേഷിതൻ്റെ സ്വഭാവങ്ങളിൽ നിലനിൽക്കുന്നതിനേക്കാൾ ചുറ്റുപാടുകളാൽ ആകർഷിക്കപ്പെട്ട് അവയുടെ സ്വാധീനങ്ങൾ പേറുന്ന ഒരു ജനസമൂഹമായി ഇസ്രായേൽ മാറിപ്പോയി. അവരുടെ വിശ്വാസ അപജയം അതിൻ്റെ പരമകോടിയിലെത്തിയത് ദൈവമയച്ച ക്രിസ്തുവായ യേശുവിനെ തള്ളിക്കളഞ്ഞു എന്നതിലൂടെയാണ്. എന്നാൽ ദൈവിക ഉദ്ദേശങ്ങൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അനുസരണക്കേടിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട മുന്തിരിവള്ളിയുടെ പദവി ഇസ്രായേൽ നഷ്ടപ്പെടുത്തിയപ്പോൾ സത്യമുന്തിരിവള്ളിയായി യേശു അവതരിച്ചു. രണ്ടാമത്, പൂർണ്ണമായും ഉപയോഗക്ഷമമായ ചെടിയാണ് മുന്തിരിവള്ളി. ഫലം കായ്ക്കുക എന്നതാണ് മുന്തിരിയുടെ ജീവിത ലക്ഷ്യം. മുന്തിരിച്ചാറാകുന്ന ജീവരസം പകർന്നു നൽകുന്നതാണ് മുന്തിരിച്ചെടിയുടെ ജീവിത സാഫല്യം. മുന്തിരി പഴുത്ത് പാകമാകുമ്പോൾ അത് പിഴിഞ്ഞ് എടുക്കത്തക്ക വിധം പറിച്ചെടുക്കുകയും മുന്തിരിവള്ളിയെ ചുവട്ടിൽ വെച്ച് മുറിച്ചു കളയുകയും ചെയ്യും. സാക്ഷാൽ മുന്തിരിച്ചെടിയുടെ കൊമ്പുകളാണ് ശിഷ്യന്മാർ. മുന്തിരിവള്ളിയിൽ കൊമ്പുകൾ ചേർന്നിരിക്കണം. അങ്ങനെ ചേർന്നിരുന്നാൽ മുന്തിരിവള്ളിയുടെ ശിഖരങ്ങളിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും. ശാരീരികമായി ശിഷ്യരെ വിട്ടുപോയാലും പരിശുദ്ധാത്മാവിലൂടെ യേശു ശിഷ്യരുമായി ചേർന്നിരിക്കുന്നു. ഇതിനോട് പ്രതികരിക്കുന്നതാണ് ശിഷ്യർ ശരിയായ ഫലങ്ങൾ കായ്ക്കുന്നതിനുള്ള മുഖാന്തരം. മൂന്നാമത്, ഈ ചേർന്നിരിക്കലാണ് യഥാർത്ഥമായ ബന്ധപ്പെടൽ. സാക്ഷാൽ മുന്തിരിവള്ളിയായ കർത്താവുമായി ചേർന്നിരിക്കുന്നതിനുള്ള ഒരു കണക്റ്റിവിറ്റി സൂക്ഷിക്കുന്നതിലൂടെ മാത്രമേ ഫലം കായ്ക്കൽ സാധ്യമാകുകയുള്ളൂ. യേശുവിൻ്റെ ശാരീരിക അസാന്നിധ്യം ശിഷ്യന്മാർ അനുഭവിച്ചാലും പരിശുദ്ധാത്മാവിലൂടെയാണ് യേശുവുമായുള്ള ബന്ധം ശിഷ്യന്മാർക്ക് കാത്തുകൊള്ളാൻ കഴിയുന്നത്. ശിഷ്യ സമൂഹം ഫലം പുറപ്പെടുവിക്കുന്നതിലൂടെയാണ് പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്താൻ പോകുന്നത്. വിശ്വസ്തമായ സാക്ഷ്യ നിർവഹണവും സുവിശേഷ ഘോഷണവും സത്യ ആരാധനയുടെ ആവശ്യം വേണ്ട അനുബന്ധങ്ങൾ തന്നെയാണ്. അപ്പോൾ ഫലകരമായ സുവിശേഷ ദൗത്യത്തിലൂടെയാണ് ശിഷ്യ സമൂഹം അവരെ തന്നെ സത്യശിഷ്യരായി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. യഥാർത്ഥമായ കൃപാനുഭവം ഒരിക്കലും അലസതയിലേക്ക് നയിക്കില്ല. ആരാധന നമ്മെ ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നുവെങ്കിൽ
ആ ബന്ധത്തിൻ്റെ ബാഹ്യ ആവിഷ്കാരങ്ങളാണ് ഫലകരവും സത്യസന്ധവുമായ ദൗത്യ നിർവഹണം. ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഇസ്രായേലിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനം അവരോടുള്ള ദൈവകൃപ മാത്രമായിരുന്നു. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്ത പദവികൾ സ്വയം നശിപ്പിക്കുന്ന അരാജകത്വമാണ് എന്ന് തിരിച്ചറിയുന്നതിന് ഈ ധ്യാനം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. ചുറ്റുപാടുകളുടെ സംവേദനം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അതിർവരമ്പുകളെ മറികടക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് നമ്മൾ അവബോധമുള്ളവരായി നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് ശ്രമിക്കണം. ഫലം കായ്ക്കുന്നതാണ് മുന്തിരിവള്ളിയിലെ കൊമ്പിൻ്റെ ആത്യന്തിക ഉത്തരവാദിത്തം. നമ്മൾ നല്ല ഫലം കായ്ക്കുന്ന കൊമ്പുകളാണോ എന്നത് നമ്മൾ തന്നെ വിചിന്തനം ചെയ്യണം. ഫലം കായ്ച്ച് മനുഷ്യ ജീവിതങ്ങളെ ദൈവിക ആനന്ദത്തിലേക്ക് നയിക്കുന്നതിന് നമ്മുടെ ഉണ്മ സഹായകരമാകണം. കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, നല്ല ഫലം കായ്ക്കുന്ന കൊമ്പുകളായി ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ ആസ്വദിക്കത്തക്ക വിധത്തിലുള്ളവരായി ജീവിപ്പാൻ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഇച്ഛകളും ചിന്തകളും ചേഷ്ടകളുമെല്ലാം അങ്ങനെ ആയിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ വിധത്തിൽ ജീവിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ സാധിക്കുന്നത് ആയുസ്സിൻ്റെ പുണ്യമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, അവിടുന്ന് സാക്ഷാൽ മുന്തിരിവള്ളിയായി ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ജീവൻ പകർന്നു നൽകുകയും ചെയ്തുവല്ലോ. കർത്താവെ, അവിടുത്തെ തിരുശരീര രക്തങ്ങൾ ഊഷ്മളമായ ബന്ധത്തിന് ഞങ്ങളെ ഉതകുന്ന വിധത്തിൽ നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവിലൂടെ നിരന്തരം ആ ബന്ധത്തിൽ ഞങ്ങളെ നിലനിർത്തുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ മാറ്റമില്ലാത്ത കൃപയിലും കരുണയിലും അടിയങ്ങൾ ആശ്രയിക്കുന്നു. ലജ്ജിതരായി പോകാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുത്തൻ അനുഭവങ്ങളെ അവിടുന്ന് പകരണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.